കളർഫുൾ ഇടിയപ്പവും മുട്ടക്കറിയും കണ്ടാലോ? ആദ്യം നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാം, എന്നിട്ട് ഇടിയപ്പത്തിലേക്ക് കയറാം. മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ എണ്ണയിലേക്ക് കടുകും ഒക്കെ ഇട്ട് പൊട്ടിച്ചിട്ട് ഉള്ളിയൊക്കെ ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കുകയാണ്. കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് വഴന്നു വരുമ്പോൾ ഉപ്പ് കൂടി ഇടണം. എന്നിട്ട് നല്ലോണം വഴറ്റിയെടുത്തിട്ടാണ് അതിനകത്ത് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മീറ്റ് മസാലയും ഒക്കെ ഇട്ട് നല്ല പോലെ പിന്നെയും സോട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ടാണ് നമ്മൾ അതിനകത്ത് പൊട്ടാറ്റോസ് ആഡ് ചെയ്യുന്നത്. പൊട്ടിട്ട് ആഡ് ചെയ്തിട്ട് അടച്ചു വെച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ വേവിക്കുകയാണ്. പച്ചമുളകും ആഡ് ചെയ്യണേ. എന്നിട്ട് നല്ലോണം വെന്തുടഞ്ഞു വരുന്ന പോലെ നമ്മൾ വേവിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ അതിലേക്ക് മുട്ട പുഴുങ്ങി വെച്ചേക്കുന്ന മുട്ടയും കൂടെ ആഡ് ചെയ്തിട്ട് അങ്ങനെ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകിയിരിക്കുന്ന അടിപൊളി മുട്ടക്കറിയാണ്. കുറച്ച് പെപ്പറൂടൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കുറച്ച് അതിനകത്തേക്ക് നമ്മൾ കോക്കനട്ട് മിൽക്ക് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് തിളച്ചൊക്കെ വന്നതിന് ശേഷം കുറച്ച് കോക്കനട്ട് മിൽക്ക് കൂടെ ആഡ് ചെയ്യണം. എന്നിട്ട് തിളപ്പിച്ച് ആവശ്യത്തിന് നമുക്ക് വേണ്ട കൺസിസ്റ്റൻസിയിൽ, നമുക്ക് ഒരുപാട് ചാറ് വേണമെങ്കിൽ ആ രീതിയിൽ ഒഴിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറുതാക്കി കുറുക്കിയെടുക്കാം. ഇനി നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കാൻ പോകാം. ഇടിയപ്പം നമ്മളെല്ലാവരും ഉണ്ടാക്കുന്ന പോലെ ചൂടുവെള്ളത്തിൽ ഇടിയപ്പം നമ്മൾ കുഴച്ചെടുക്കുകയാണ്. ചൂടുള്ള വെള്ളത്തിൽ കുഴച്ചെടുക്കുകയാണെങ്കിൽ നല്ല മയം കിട്ടും ഇടിയപ്പത്തിന്. ഇതാണ് നമ്മുടെ മെയിൻ സംഭവം. തേങ്ങയും ക്യാരറ്റും കൂടെ ഗ്രേറ്റ് ചെയ്തത് നമ്മൾ ആദ്യം തന്നെ ഇടിയപ്പത്തിനകത്ത്, അതായത് അതിൻ്റെ അച്ചിലേക്ക് ഇങ്ങനെ ഇട്ടിട്ടാണ് ഇടിയപ്പം ചുറ്റിച്ചെടുക്കുന്നത്. നമുക്കിനി ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എന്ത് വേണേലും ആഡ് ചെയ്യാം. ബ്രോക്കലി വേണമെങ്കിൽ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ക്യാരറ്റോ അതല്ലെങ്കിൽ വേറെ എന്ത് വേണേലും, നമുക്ക് എന്തൊക്കെ വെജിറ്റബിൾ ആണോ ഇങ്ങനെ ആഡ് ചെയ്യാൻ ഇഷ്ടമുള്ള അതെല്ലാം നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ടാണ് നമ്മൾ ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ കളർഫുൾ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. ഈ ഇടിയപ്പം ഭയങ്കര ടേസ്റ്റാണ്. ക്യാരറ്റ്സോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ നേരിട്ട് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇത് കറി കൂട്ടി കൊടുക്കുമ്പോൾ അവരറിയാതെ തന്നെ അവരുടെ ഉള്ളിലേക്ക് വെജിറ്റബിൾസ് പോകും. ഭയങ്കര ടേസ്റ്റാണ്. ഒരു വെറൈറ്റി സാധനം, കാണാനും ഭയങ്കര ഭംഗിയുണ്ട്. അപ്പം ഇതെന്തായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്കിത് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ടേബിളിൽ പ്രസൻറ്റ് ചെയ്ത് വെക്കാൻ തന്നെ ഒരു ഭംഗിയായിരിക്കും. സോ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ബൈ.